പിണറായി വിജയൻ എല്ലാ കാലവും മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിലാണ് ADGP അജിത് കുമാർ കഴിഞ്ഞ 10 വർഷം ജോലി ചെയ്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ സംസ്ഥാനത്ത് പറന്നു നടന്ന് ജോലി ചെയ്ത അജിത് കുമാർ പക്ഷേ വരാനിരിക്കുന്ന വിപത്ത് തിരിച്ചറിഞ്ഞില്ല. തന്റെ DGP പദവിയാണ് അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നിരിക്കുന്നത്. നിലവിൽ തൊപ്പിയൂരി സസ്പെൻഷനിലാണ് അജിത് കുമാർ നിൽക്കുന്നത്. എന്തായാലും അജിത് കുമാറിന്റെ വീഴ്ചയോടെ സംസ്ഥാന പോലീസ് സേനയിൽ വമ്പൻ അഴിച്ചുപണികളും പൂർത്തിയായിട്ടുണ്ട്. ജയിൽ മേധാവി S. ശ്രീജിത്ത് DGP പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി V.D. സതീശൻ ഒപ്പുവെച്ച ഉത്തരവ് പുറത്തിറങ്ങി. യോഗേഷ് ഗുപ്ത ബെവ്കോ MD-യുമാകും. ബൽറാം കുമാർ ഉപാധ്യായ അഗ്നിരക്ഷാസേന മേധാവിയുമാകും. ADGP M.R. അജിത് കുമാർ സസ്പെൻഷനിലായ സാഹചര്യത്തിൽ ADGP S. ശ്രീജിത്ത് DGP സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത ഏറിയിരുന്നു. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ M.R. അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചതിനാൽ DGP സ്ഥാനത്തേക്ക് അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കണമെന്ന് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകുകയും ചെയ്തിരുന്നു. അജിത് കുമാറിന്റെ അവസാന പ്രതീക്ഷയും ഇതോടെ അസ്തമിച്ചിരിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലായ നിതിൻ അഗർവാൾ വിരമിച്ചതോടെയാണ് DGP പോസ്റ്റിൽ ഒഴിവ് വന്നത്. 4ാമത്തെ DGP പദവിയിലേക്ക് ആരെത്തുമെന്ന ചോദ്യം കൂടി അവസാനിച്ചിരിക്കുകയാണ്. നിലവിലെ ജയിൽ വകുപ്പ് മേധാവിയും 1996 ബാച്ച് IPS ഉദ്യോഗസ്ഥനുമാണ് S. ശ്രീജിത്ത്. ശ്രീജിത്തിന്റെ കടന്നുവരവോടെയാണ് മുൻപന്തിയിലുണ്ടായിരുന്ന അജിത് കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമായത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകുന്നതോടെ DGP പേപ്പറിൽ ഒപ്പുവെക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ യോഗേഷ് ഗുപ്ത, വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം എന്നിവരാണ് സംസ്ഥാനത്ത് DGP റാങ്കിൽ തുടരുന്ന മറ്റ് പ്രമുഖർ. ഇവർക്കൊപ്പം 4ാമനായി ശ്രീജിത്ത് കൂടി എത്തുന്നതോടെ പോലീസ് ആസ്ഥാനത്ത് വൻ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. സീനിയോറിറ്റി പട്ടിക മാത്രം എടുത്ത് പരിശോധിച്ചാൽ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ കേരള കേഡറിലെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ മാറുന്നത് 1995 ബാച്ചുകാരനായ സുരേഷ് രാജ് പുരോഹിതാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സേവനമനുഷ്ഠിക്കുന്നതിനാൽ സുരേഷ് രാജ് പുരോഹിത് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ താൽപ്പര്യം കാണിച്ചില്ല. സുരേഷ് രാജ് പുരോഹിതിന് പ്രൊഫോർമ പ്രൊമോഷനായി DGP റാങ്ക് നൽകി ആദരിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചിരുന്നു. പുരോഹിതിന് തൊട്ടു പിന്നിലാണ് നിലവിൽ UDF സർക്കാരിന്റെ കണ്ണിലെ കരടായ മുൻ എക്സൈസ് കമ്മീഷണർ M.R. അജിത് കുമാർ നിന്നത്. നിലവിൽ 1995 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. സാധാരണഗതിയിൽ സ്വാഭാവികമായി ലഭിക്കേണ്ട പ്രൊമോഷനാണെങ്കിലും അജിത് കുമാറിന് മുൻപിലുള്ള വഴികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ UDF സർക്കാർ അടച്ചുവെന്ന് പറയുന്നതായിരിക്കും ശരി. നവകേരള യാത്രക്കിടയിലെ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതും ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിലെ വൻ വിവാദങ്ങളും അടക്കം ഒന്നിനു പിറകെ ഒന്നായി ഗുരുതര ആരോപണങ്ങളും അന്വേഷണങ്ങളുമാണ് അജിത് കുമാറിനെ വേട്ടയാടുന്നത്. ഇത്തരത്തിൽ സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥന് V.D. സതീശൻ സർക്കാർ DGP പ്രൊമോഷൻ നൽകില്ലെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ നവകേരള യാത്രക്കിടയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ഇറങ്ങി പണി മേടിച്ചു കൂട്ടിക്കഴിഞ്ഞു അജിത് കുമാർ. കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയ അജിത് കുമാറിന് അതിനുള്ള ശിക്ഷയാണ് ചെന്നിത്തല പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നവരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. അവർക്ക് സ്ഥാനക്കയറ്റം നൽകണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്ന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുതെന്നതാണ്. എന്നാൽ അജിത് കുമാറിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അച്ചടക്ക നടപടി ഉണ്ടായിക്കഴിഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹം DGP പദവിക്ക് അർഹനല്ല എന്നതാണ് വാസ്തവം. യാതൊരുവിധ പകപോക്കലിന്റെയും ആവശ്യമില്ല. ചട്ടപ്രകാരമാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നതെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. A.D. തോമസ് അടക്കമുള്ള പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിനുള്ള വലിയ ശിക്ഷകളാണ് അജിത് കുമാറിനെ കാത്തിരിക്കുന്നത്.